ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സ്വാദുള്ള വെണ്ണ പോലെ മൃദുവായ ഒരു പ്രത്യേക വെറൈറ്റി രൂപത്തിലൊരു പ്രത്യേക വെറൈറ്റി അവക്കോഡ പരിചയപ്പെടാൻ പോവുകയാണ്. നമുക്കറിയാം, അവക്കോഡ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. മെക്സിക്കോ, മധ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും മഹാരാഷ്ട്ര, സിക്കിം, കർണാടക, തമിഴ്നാട്, കേരള തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ഇനങ്ങൾ ഈ അവക്കോഡയിലുണ്ട്. ഏറ്റവും മുന്തിയ ഇനങ്ങളാണ് റീഡ്, ലുല അപ്പാർട്ട്, പിന്നെ വിദേശിയും സ്വദേശിയുമായ നിരവധി ഇനങ്ങളുണ്ട്. പർപ്പിൾ ഹൈബ്രിഡ്, പൊളോക്ക്, ഹാസ്, ഗ്രീന്, റൗണ്ട്, ലോങ്, ബോത്ത് 7, ബോത്ത് 8, മെക്സിക്കൻ റൈസ്, ഗോട്ടിമാലിയൻ റൈസ്, വെസ്റ്റ് ഇന്ത്യൻ റൈസ്, ഫിംഗർട്ടൺ എന്നുവേണ്ട നിരവധി ഇനങ്ങൾ ഈ അവക്കോഡയിൽ ലഭ്യമാണ്. എന്നാൽ ഇതെല്ലാം കേരളത്തിൽ കായ്ക്കുന്ന ഇനങ്ങളല്ല. പൊതുവെ ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ പ്ലാന്റുകൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നു. എന്നാൽ ഈ അവക്കോഡയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വയനാട് മീനങ്ങാടിയുള്ള സംപ്രീത് സാറിൻ്റെ അഭിപ്രായത്തിൽ മണ്ണിൻ്റെ ഘടനയും പോഷക നിലവാരവും അനുസരിച്ചാണ് ഇത് കായ്ക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്തായാലും ഗവേഷണങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് വരുന്നവരൊക്കെ ഇവിടെ കായ്ക്കുന്ന അവക്കോഡ അന്വേഷിക്കുന്നതായി ഇപ്പോൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അവക്കോഡയുടെ ഒരു സവിശേഷ ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ചിലരൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അവക്കോഡ നട്ടിട്ട് ഇതിൽ കായുണ്ടായി, കാ മൂത്ത് കഴിഞ്ഞ് പറിച്ച് കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റുമില്ല, മധുരവുമില്ല. അപ്പോൾ അതുകൊണ്ട് പലരും ഇത് വെട്ടിക്കളഞ്ഞവരുമുണ്ട്. എന്നാൽ പിന്നീട് അവർ പശ്ചാത്താപിച്ചതായിട്ടൊക്കെ കേൾക്കാനിടയായി തീർന്നു. കാരണം ഇതിൻ്റെ ഗുണസവിശേഷത തന്നെയാണ്. ഈ പഴത്തിന് നേരിട്ട് കഴിക്കുമ്പോൾ രുചിയില്ലെങ്കിലും ഈ ഒരു അവക്കോഡ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു അവക്കാടയും 2 ഗ്ലാസ് പാലും അല്പം തേനും ഒഴിച്ച് ആവശ്യത്തിന് മധുരം ഇട്ട് ജ്യൂസ് അടിച്ചാൽ അതീവ ടേസ്റ്റുള്ള ഇനമാണിത്. എന്തുകൊണ്ടാണ് അവക്കാഡോ വിദേശത്തു നിന്ന് വരുന്നവരും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കൂടുതൽ പേര് അന്വേഷിക്കുന്നതിനൊരു കാരണം അതിലടങ്ങിയിരിക്കുന്ന സവിശേഷ ഗുണങ്ങൾ തന്നെയാണ്. അവക്കോഡയിലുള്ള ഫാറ്റിൻ്റെ 60% മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളിനെ ഉത്തേജിപ്പിക്കാനായിട്ട് സ്റ്റെറോയിൽ ഈ അവക്കോഡയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതിൻ്റെ പ്രവർത്തനത്തിനും അവക്കോഡ വളരെ മികച്ചതാണ്. മറ്റൊരു സവിശേഷത എന്ന് പറയുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിൻ്റെ അളവാണ്. വിറ്റാമിൻ സി, ഇ, കെ, B2, B3, B5, B6 കൂടാതെ പൊട്ടാസ്യം നന്നായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യവും മാംഗനീസും കോപ്പറും അങ്ങനെ ന്യൂട്രീഷ്യൻസ് കൊണ്ട് സമ്പന്നമാണ് അവക്കോഡ. ഇതിലടങ്ങിയിരിക്കുന്ന ഫൊളേറ്റ് വിഷാദ രോഗത്തിൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് വിഷാദ രോഗമുള്ളവർ അവക്കോഡ കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. കൂടാതെ ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും അവക്കോഡ പ്രിഫർ ചെയ്യാറുണ്ട്. നമ്മുടെ ഡൈജഷനും അതുപോലെ അവക്കോഡ ജ്യൂസ് കഴിച്ചാൽ പ്രത്യേകമായൊരു ഊർജ്ജവും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാകും. അത് ഈ പഴത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അപ്പം നമ്മുടെ ഈ അവക്കോഡ നമ്മൾ നടുമ്പോൾ നമ്മുടെ മണ്ണുമായി യോജിക്കുന്ന, നമ്മുടെ അടുത്ത് കാച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ആ ഇനം തന്നെ നമ്മൾ കണ്ടെത്തി നടണം. കാരണം പലർക്കും നട്ടിട്ട് കായ്ക്കുന്നില്ല, 5 വർഷമായി 6 വർഷമായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ
സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് ബോധ്യം വന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ 3-4 വർഷം കഴിയുമ്പോൾ ഇതിൽ നിന്ന് വിളവ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അവക്കാഡോ ഇത് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് കക്കാടുള്ള കിഴക്കേ പാലക്കൽ സിരാജിൻ്റെ ഭവനത്തിലുണ്ടായ അവക്കാഡോയാണ്. അപ്പോൾ നമുക്ക് ആ പ്ലാന്റ് ഒന്ന് കാണാം. അതിനായിട്ട് പ്രിയ ജേക്കബ് ഓർച്ചാർഡ്സിലെ ഡേയ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ ഡേയ്സിൽ നിന്ന് ചോദിച്ചറിയാം. ഹായ്, നമ്മളൊരു അവോക്കാഡോയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് നമ്മുടെ മധ്യ കേരളത്തിൽ അവോക്കാഡോ എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ പെട്ട ഇനങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും അവോക്കാഡോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല അവോക്കാഡോകളും നമ്മുടെ നാട്ടിൽ കായ്ക്കാതെ 5-8 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവോക്കാഡോകളെ പറ്റി ഞാനൊരു 2 അവോക്കാഡോ കൃഷി ചെയ്ത ആളാണ്. 2 അവോക്കാഡോയും ഞാൻ കായ്ക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ അത് വെട്ടിക്കളഞ്ഞു. പിന്നെ എൻ്റെ നാട്ടിൽ പലയിടങ്ങളിൽ 6 വർഷമായ അവോക്കാഡോ, അതിലൊക്കെ വളരെ കുറവ് കായ്കളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാനിവിടെ എൻ്റെ ഈ നഴ്സറിയിൽ എൻ്റെ ഫാമിലി ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്നത് പൊള്ളോക്ക് എന്ന് പറഞ്ഞ ഒരു ഇനമാണ്. പക്ഷേ ആ പൊള്ളോക്ക് എന്ന ഇനത്തിലും നമ്മുടെ കാലാവസ്ഥയിൽ ഇത് നിറച്ച് കായ്ക്കുന്നുണ്ടെങ്കിലും വളരെ കുറവാണ്. അപ്പോൾ ഇത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ പിറവത്തുനിന്ന് പ്ലാന്റുകൾ എടുക്കാനായിട്ട് സിനാജ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് എൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹം കുറച്ച് പ്ലാന്റുകൾ എടുക്കുകയും ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു അവോക്കാഡോ എൻ്റെ വീട്ടിൽ കായ്ച്ചിട്ടുണ്ട്, 3-ാം വർഷം കായ്ച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി വിശദമായി അന്വേഷിക്കുകയും
ഞാൻ അടുത്ത ദിവസം വരാമെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഒട്ടും മടിക്കാതെ തന്നെ ഞാൻ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും ആ അവോക്കാഡോ കാണുകയും ഏറെക്കുറെ ഇപ്പം ഞാൻ ഇതിന് ഞാനത് മൂത്തതിന് ശേഷം ഇവിടെ വന്ന അതിൻ്റെ ഒരു വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അതും അദ്ദേഹത്തിനോട് ചോദിച്ചു. ധൈര്യമായിട്ട് വന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച് ഈ വീഡിയോ എടുക്കാനുള്ളൊരു കാരണം, ഇതുപോലൊരു അവോക്കാഡോ ഞാൻ ഈ പിറവം എന്ന് പറഞ്ഞ സ്ഥലത്ത് 3-ാം വർഷം കായ്ച്ചു കിടക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇത് നന്നായിട്ട് കായ്ക്കുന്നു, ഇത് ഏത് ഇനമാണെന്നുള്ളത് ഞാൻ പലരുടെ അടുത്തും ചോദിച്ചിട്ടും അതിനൊരു മറുപടി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് അറിയാവുന്നവർക്ക് ഞാനിത് ഇതിൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് നമുക്കതിനൊരു അഭിപ്രായം എനിക്കെന്താണ് ഈ ഇനം ഏതാണെന്ന് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കായ്ഫലം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ഉദ്ദേശം ഞാനൊരു 2 ബോക്സിനെടുത്ത് ഇവിടെ പറിച്ചിട്ടുണ്ട്. ഒന്നിത് ഇതിൻ്റെ അകത്തൊരു 200 കായെടുത്ത് ഒരു മുക്കാൽ ഭാഗമായപ്പോഴത്തേക്കും ചാടിപ്പോയിട്ടുണ്ടെന്നാണ്. ഒരു 200-നെടുത്ത്. ഇത് കാച്ചത് 3-ാം വർഷം ഒരു 16 കിലോയാണോ, 16 എണ്ണം 3-ാം വർഷം ഇതിൽ കിട്ടി. അപ്പം ഇത് 4-ാമത്തെ വർഷമാണ്. 4.5 വർഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഡിസംബർ വരുമ്പോൾ 4.5 വർഷമോ. പിറവത്ത് ഒരു ചെറിയ നഴ്സറിയിൽ നിന്ന് അദ്ദേഹം വാങ്ങി വെച്ച ഒരു ഇനമാണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയിരുന്നു അല്ലേ, ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഏതായാലും ഞാനിത് കുറച്ച് ഞങ്ങളിവിടെ പറിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മേളിലേക്ക് നിർത്തിയിട്ടുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാനിത് ഒരെണ്ണം പറിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പും ഇതിൻ്റെ ഒരു കളറ് ഇതുപോലൊരു റെഡിലേക്ക് വരുന്നുണ്ട്. ഇത് ഏറെക്കുറെ നല്ല മൂപ്പായി കഴിഞ്ഞു. അപ്പം അതിൻ്റെ കുറേ ഇനങ്ങൾ ഇവിടെ പറിച്ചു വെച്ചേക്കുന്നത് ഇതെല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു 2 ദിവസം മുമ്പ് മരത്തിൽ നിന്ന് ഇതുപോലെ തന്നെ 200 കാ പൊഴിഞ്ഞ് വീണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മിനിങ്ങാന്ന് പൊഴിഞ്ഞ് വീണ ഒരു 4 എണ്ണം എടുത്ത് അദ്ദേഹം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തു തരികയും ചെയ്തു. അപ്പോൾ അതൊന്ന് ഏതായാലും നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പം ഞാൻ ബോളായിട്ടുള്ള അവോക്കാഡോ മാത്രമാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഷേപ്പിലുള്ള ഒരു അവോക്കാഡോ ഞാൻ ആദ്യമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു പൂവമ്പഴത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൊള്ളോക്കെന്ന് പറഞ്ഞ ഇനത്തിന് വളരെ കട്ടിയാണ്. ഒരു അസാധ്യമായൊരു കളർ തന്നെയാണ് ഇതിൽ ഉൾക്കൊണ്ട് നിൽക്കുന്നത്. ഇതതിൻ്റെ സീഡാണ്. ചെറിയ രീതിയിൽ മുള പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേതായാലും നമുക്ക് ശരിക്കും കഴിക്കേണ്ട രീതികൾ ഞാൻ മലയാളികൾക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെയും ഞാനിതിൻ്റെ ഇത് കണ്ടോ, നന്നായിട്ട് ശരിക്കും അവോക്കാഡോ വെണ്ണപ്പഴം എന്നാൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഞാൻ ശരിക്കും ഇപ്പോൾ പൊള്ളോക്കെന്ന് പറഞ്ഞ ഇനം കണ്ടു. അതിനെ കഴിഞ്ഞും വളരെ വെണ്ണ പോലെ തന്നെ നല്ല വെണ്ണമയാണ്. എന്തായാലും നല്ലൊരു ഇനം ഞാൻ ഇവിടെ കണ്ടെത്തിയതിൽ ഞാനും എൻ്റെ സുഹൃത്തായ പ്രിൻസേട്ടനെ ഞാൻ ഇതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ഒട്ടുമിക്ക വീഡിയോയും ചെയ്തിട്ടുള്ള ആളാണ് പ്രിൻസേട്ടനെ ഞാൻ പ്രിൻസേട്ടൻ്റെ വീട് ഇവിടെ പാമ്പാക്കുടയാണ്. പാമ്പാക്കുടയിൽ നിന്ന് ഞാൻ കാറിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു വ്യത്യസ്ത അവോക്കാഡോയാണെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. അദ്ദേഹം തന്നെ ഇത് കുറച്ച് പറിക്കാൻ എൻ്റെ കൂടെ കൂടുകയും ചെയ്തു. ഇതിൻ്റെ വെയിറ്റും നല്ല വെയിറ്റാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഈ പറിച്ചത് പഴുത്തിരുന്നത്. ഇനി നമുക്ക് വേറെ മറ്റൊരു
ഇത് ഇപ്പോൾ നമ്മൾ പറിച്ച ഒരു അവോക്കാഡോ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പറിച്ചതാണ്. ഇതും അതുപോലെ തന്നെ. ഇപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് മരത്തിൽ നിന്ന് ചാടിയതാണ്, പൊഴിഞ്ഞു വീണതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലും വെച്ച് കഴിഞ്ഞപ്പോൾ അതുപോലെ ആയതാണെന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. പക്ഷേ അതേപോലെ തന്നെയാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലഷുമുണ്ട്. നല്ല വെണ്ണ പരുവത്തിൽ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ഒരു രീതി. അപ്പം നമ്മൾ കത്തിയില്ലാണ്ട് തന്നെ ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. കളറ് അപ്പം ഇത് തന്നെ ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം മരത്തിൽ നിന്ന് ഞങ്ങൾ അദ്ദേഹത്തിനോടൊരു 20 കിലോ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ 20 കിലോ വേണമെന്ന് പറഞ്ഞു. എന്തായാലും ഒരു ബോക്സ് ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. ഇത് തൂക്കിയിട്ടില്ല. സാമാന്യം ഒരു 25 കിലോ അടുത്ത് തൂക്കമുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം 25 കിലോ ഇത് ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് പറിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 കിലോയുടെ മരത്തിൽ കിടക്കുന്നുണ്ട്. ഒരു 200 കായ എടുത്ത് ഇതിൻ്റെ അകത്തുനിന്ന് പൊഴിഞ്ഞു വീണിട്ടുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇത് 3-ാം വർഷം ഇതുപോലെ ഒരു അവോക്കാഡോ നന്നായിട്ട് കായ്ച്ച് കിട്ടിയത് ഏതായാലും ഒരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നു. പിന്നെ അതിനുപരി ഇതിൻ്റെ ഇലയും കൂടെ ഒന്ന് കണ്ടേക്കാം നമുക്ക്. ഇതിൻ്റെ ഇല സാധാരണ ഞാൻ ഒരു സബ് ട്രോപ്പിക്കൽ വെറൈറ്റിയിൽപ്പെട്ട ഇതിൻ്റെ ഇല കാണുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഇല. നല്ല വലിപ്പമുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് ചേട്ടാ. നമ്മൾ പറിച്ചതിന് ശേഷം താഴത്തെ തണ്ടുകളിൽ ഇത് കളറ് മാറിക്കഴിഞ്ഞു. ഇത് ഞാനൊരു 40 ദിവസം മുമ്പ് വന്ന് ഇത് കാണുമ്പോൾ ഇതെല്ലാം ഈ കൊലകളിൽ ഒക്കെ ഒരു ഏകദേശം ഒരു ചുരുങ്ങിയതൊരു 8-10 കാ വെച്ചുണ്ടായിരുന്നു അല്ലേ സിനാജെ? 8-10 കാ വെച്ചുണ്ടായിരുന്നു. അതെ 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 എല്ലാം വലിച്ചു കെട്ടി അദ്ദേഹം ഇട്ടേക്കുമായിരുന്നു. കാരണം അതുപോലെ ലോഡിലാണ് ഇത് ഓരോ ശേഖരങ്ങളും. ഇത് കണ്ടോ, എല്ലാം വലിച്ചു കെട്ടിയിട്ടേക്കുവാണ്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ഈ തണ്ട് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ അമിതമായ ഭാരം കൊണ്ട് ഈ മരം ഇങ്ങോട്ട് ചെരിഞ്ഞായിരുന്നു. കായ റെഡിയായി മൂത്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടുന്ന് ഭാരം വന്നു കഴിഞ്ഞപ്പോൾ ഈ കമ്പ് വെട്ടി, ഈ കമ്പിൽ നിന്ന് 2-3 കമ്പ് തളർത്ത് വന്ന് അതിലും ഫ്ലവർ ചെയ്ത് കാ പിടിച്ചു. അതിൽ കഴിഞ്ഞ വർഷം ഈ 16 എണ്ണത്തിൻ്റെ ഇതിലുണ്ടായിരുന്നപ്പോൾ അതിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു വണ്ണം. 4 വർഷമായിട്ട് ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മരത്തിൽ കായയുടെ ഒരു അമിതമായ ഭാരം കൊണ്ട് മരത്തിന് നല്ലൊരു ബലക്കുറവ് വരെയുണ്ട്. അപ്പോൾ നമ്മൾ അവോക്കാഡോ പറിച്ചു, അതിനെപ്പറ്റി എല്ലാം തന്നെ പറയുകയും ചെയ്തു. ഇനി അതിൻ്റെ തൂക്കമാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ തൂക്കം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു അതിൽ ഏകദേശം ഒരു ഇടത്തരം, അതിൻ്റെ അകത്ത് ഏറ്റവും വലുത് ഇടത്തരമുണ്ട്, വലുതുമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കി മൊത്തത്തിലൊന്ന് നോക്കാം. ആദ്യം ഈ വലുത് തന്നെ വെച്ച് നോക്കാം. നമുക്കൊരു 450 ഗ്രാം തൂക്കം വരുന്നുണ്ട് ഒരെണ്ണം. രണ്ടാമത്തത് എത്ര വരുന്നുണ്ട് ചേട്ടാ? 467 ഗ്രാം അത് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അതിൽ സിനാജ് പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് പഴുത്തതിന് ശേഷം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ പുറത്തെടുത്തിട്ട് ഏകദേശം നമ്മൾ ഈ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് തൂക്കം നോക്കാം. 339 ഗ്രാം. അപ്പോൾ ഇത് നമ്മൾ മറ്റത് ഇപ്പം മരത്തിൽ നിന്ന് പറിച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റായി. ഇത് പഴുത്തതിന് ശേഷം
ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ഒരു 340 ഇപ്പോൾ പറിച്ച ഇത് ഒരു 467 ഗ്രാമും വരുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും ചെറുതായിട്ട് വരുന്ന ആ മരത്തിലുണ്ടാവുന്നതിൽ ഏറ്റവും ചെറിയ അവക്കോടയാണിത്. അതിൻ്റെ തൂക്കം കൂടെ നമുക്ക് നോക്കിയേക്കാം. 396 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ ഇനി മൊത്തത്തിൽ നമ്മുടെ ഒരു 4 എണ്ണം എത്ര വരുമെന്നാണല്ലോ നമ്മൾ നോക്കേണ്ടത്. പിന്നെ എത്രയുണ്ട് ചേട്ടാ? 1656. അപ്പോൾ 4 അവക്കോടോ, അതിൽ ഏറ്റവും വലുതും വരുന്നുണ്ട്, നമ്മൾ പറിച്ച് പഴമായി ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഏറ്റവും ചെറുതുമുണ്ട്. അപ്പം 4 അവക്കോടോ ഒരു 600 ഗ്രാം വരുന്നുണ്ട്. 1 കിലോ 600 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തൂക്കം കിട്ടുന്നതുമായ അവക്കോടയാണ്. ഓക്കെ, കൊള്ളാം. അപ്പം നമ്മൾ ഈ അവക്കോടയെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഇത് കൃഷി ചെയ്ത് ഈ പ്ലാന്റ് ഇത്രയും വലുതാക്കി ഇതിന് വിളവ് തന്ന ആളെ സിനാജ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട് പിറവത്തിനടുത്ത് കക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കിഴക്കേ പാലക്കിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. സിനാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് മനോഹരമായിട്ട് ഈ മരത്തിനെ സംരക്ഷിച്ച് ഇവിടെ ഈ രീതിയിൽ എത്തിച്ചത്. ഒന്നുകൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. പിറവത്തിനടുത്ത കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിഴക്കേ പാലക്കിൽ വീട്ടിൽ സിനാജ്. അപ്പോൾ നമ്മൾ അവക്കാഡോ പറിച്ചു, അതിനെപ്പറ്റി എല്ലാം തന്നെ പറയുകയും ചെയ്തു. ഇനി അതിൻ്റെ തൂക്കമാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ തൂക്കം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു അതിൽ ഏകദേശം ഒരു ഇടത്തരം, അതിൻ്റെ അകത്ത് ഏറ്റവും വലുത് ഇടത്തരമുണ്ട്, വലുതുമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കി മൊത്തത്തിലൊന്ന് നോക്കാം. ആദ്യം ഈ വലുത് തന്നെ വെച്ച് നോക്കാം. നമുക്കൊരു 450 ഗ്രാം തൂക്കം വരുന്നുണ്ട് ഒരെണ്ണം. രണ്ടാമത്തത് എത്ര വരുന്നുണ്ട് ചേട്ടാ? 467 ഗ്രാം അത് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അതിൽ സിനാജ് പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് പഴുത്തതിന് ശേഷം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ പുറത്തെടുത്തിട്ട് ഏകദേശം നമ്മൾ ഈ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് തൂക്കം നോക്കാം. 339 ഗ്രാം. അപ്പോൾ ഇത് നമ്മൾ മറ്റത് ഇപ്പം മരത്തിൽ നിന്ന് പറിച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റായി. ഇത് പഴുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ഒരു 340. ഇപ്പോൾ പറിച്ച ഇത് ഒരു 467 ഗ്രാമും വരുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും ചെറുതായിട്ട് വരുന്ന ആ മരത്തിലുണ്ടാവുന്നതിൽ ഏറ്റവും ചെറിയ അവക്കോടയാണിത്. അതിൻ്റെ തൂക്കം കൂടെ നമുക്ക് നോക്കിയേക്കാം. 396 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ ഇനി മൊത്തത്തിൽ നമ്മുടെ ഒരു 4 എണ്ണം എത്ര വരുമെന്നാണല്ലോ നമ്മൾ നോക്കേണ്ടത്. പിന്നെ എത്രയുണ്ട് ചേട്ടാ? 1656. അപ്പോൾ 4 അവക്കോടോ, അതിൽ ഏറ്റവും വലുതും വരുന്നുണ്ട്, നമ്മൾ പറിച്ച് പഴമായി ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഏറ്റവും ചെറുതുമുണ്ട്. അപ്പം 4 അവക്കോടോ ഒരു 600 ഗ്രാം വരുന്നുണ്ട്. 1 കിലോ 600 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തൂക്കം കിട്ടുന്നതുമായ അവക്കോടയാണ്. ഓക്കെ, കൊള്ളാം.
ഈ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രിയ ഡേയ്സിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും നല്ലൊരു അവക്കോട വീടുകൾ വെക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.